ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണി. സ്വപ്നമായിട്ട് കല്യാണം കഴിപ്പിക്കും. അതിലും ഭേദം എന്താടാ? നിന്റെ സ്വപ്നയുടെ കല്യാണം ഞാൻ നടത്തി തരുന്നതാണ് നിന്റെ വിചാരം? അത് ഈ ജന്മത്ത് നടക്കാൻ പോണില്ല. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ഗിരി നിന്നെ പിടിച്ച് കൊന്നു കളഞ്ഞാലും എനിക്ക് ഒരു വിരോധമല്ല. പക്ഷേ ശങ്കരന്റെ മോളെ എന്റെ വീട്ടിലെ മരുമോളായിട്ട് നീ കൊണ്ടുവരില്ല. നമ്മളിപ്പോ പെട്ടിരിക്കുക ഡാഡി. ഈ കാര്യത്തിന് ഇത്രയും വാശി പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഡാഡി? എടാ, ശങ്കരൻ എങ്ങനെയാ മരിച്ചെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ കൈയോണ്ടാ ഞാൻ അവനെ കൊന്നേ. അവന്റെ മകളെ എന്ത് വിശ്വസിച്ചാടാ ഞാൻ എന്റെ മരുമകളായിട്ട് വീട്ടിൽ കയറ്റുന്നേ? അതിന് അവർക്ക് ശങ്കരൻ എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. അയാളുടെ ഒരു കസ്റ്റഡി മരണമാണെന്നല്ലേ നാട്ടുകാരെ പോലെ അവളും വിശ്വസിക്കുന്നത്. പിന്നെ എന്താ കുഴപ്പം? ഇവനെ എന്ന് ഞാൻ... എടാ മോനെ, ഇങ്ങനെയുള്ള സത്യങ്ങളൊന്നും അധികാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരിക്കലും അത് പുറത്തു വരുമ്പോ കുടുംബത്തിൽ അതിനെ ചൊല്ലി വഴക്കുണ്ടാവരുത്. ഇവളെ നമുക്ക് ആ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളുടെ അച്ഛനെ കൊന്ന ആളാ. സത്യം പറഞ്ഞ് കിട്ടുന്ന ആദ്യത്തെ അവസരത്തില് അവൾ എനിക്ക് കാപ്പിയിൽ വിഷം കലക്കി തരും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഡാഡി. നിനക്ക് എങ്ങനെയാ ഇത്രയും എളുപ്പത്തിൽ ഇതൊക്കെ തള്ളിക്കളയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവളുടെ പക എന്നോട് മാത്രമായിരിക്കില്ല, നിന്നോടും ശാലിനിയോടും നമ്മുടെ കുടുംബത്തിനോടും മൊത്തം ഉണ്ടാവും. അവളിപ്പോ എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ. അപ്പോ ചിലതൊക്കെ മറക്കാനും പൊറുക്കാനും തയ്യാറാവും. എടാ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ നോക്ക്. സ്വപ്നയുടെ വയറ്റി വളരുന്ന ജീവൻ വേറൊരു ഒരു അബദ്ധം മാത്രമാ. ഞാൻ ഡാഡിക്ക് പറ്റിയ അബദ്ധമാണെന്ന് പലപ്പോഴും ഡാഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞിനോട് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അരവിന്ദാക്ഷൻ സാർ വിളിച്ചിരുന്നു. ഗോപാലൻ പാർട്ടി മാറുന്ന ചടങ്ങ് ഇതുവരെ മാറ്റിയിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ലേ? അയാള് സഞ്ജുവിന്റെ കല്യാണം പാർട്ടി സെക്രട്ടറിയുടെ മകളായിട്ട് നടത്താനുള്ള ഉദ്ദേശം തന്നെയാണെന്നാ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അത് നടക്കില്ല. ഗിരിയുടെ സ്വപ്നയുടെ കാര്യത്തിൽ കുറെ കൂടി കരുതൽ കാണിക്കണം. അവള് സഞ്ജുവിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാണെന്നുള്ള വാർത്ത പുറത്തറിഞ്ഞ ഗോപാലിനത് എത്ര വലിയ നാണക്കേടാണെന്ന് ഗിരിയണ്ണ അറിയാലോ. അപ്പൊ ആ നാണക്കേടിനെ ഒഴിവാക്കാൻ ഗോപാലിന് ഉറപ്പായിട്ട് ശ്രമിക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ഞാൻ അയാളുടെ തല വെട്ടിയെടുക്കും. അമ്മ, സ്വപ്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ വീട്ടിൽ കയറി ആരും ഒന്നും ചെയ്യില്ല. അത് ഞാൻ നോക്കിക്കോളാം. നമ്മളിങ്ങനെ സംസാരിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഗോപാലിനെ കണ്ട് കല്യാണം നടത്താൻ നോക്കണം. അയാളെ സമ്മതിച്ചില്ലെങ്കിലേ സഞ്ജയെ തൂക്കിയെടുത്തോണ്ട് വന്ന് കല്യാണം നടത്തണം. അത് തന്നെയാ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. രക്ഷപ്പെട്ടു. പറ്റുമെങ്കിൽ നാളെ തന്നെ നമുക്ക് സ്വപ്നയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എന്തിനാ മോളെ? വെറുതെ ഒരു സാധാരണ ചെക്കപ്പ് നടത്താൻ. നമുക്ക് കുഞ്ഞിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തണ്ടേ? മാത്രമല്ല, ഈ വിലക്കുറവുള്ള പ്രഗ്നൻസി കിറ്റില് ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കേസൊക്കെ ഫയൽ ചെയ്താൽ നമുക്ക് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് വേണ്ടി വരും. അല്ല വക്കീലേ? വേണ്ടിവരും. അത് നല്ലതാ. നാളെ തന്നെ സ്വപ്നയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ. ടെസ്റ്റ് നടന്ന എന്റെ കള്ളക്കളി മുഴുവൻ പുറത്തു വരും. അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എങ്ങനെയും സഞ്ജുവിനെ കണ്ട് കാര്യങ്ങൾ അറിയിച്ച് അവരെ നിർബന്ധിച്ച് കല്യാണം കഴിക്കണം. അവരാണെങ്കിൽ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല.
ആരും സഹായിക്കയില്ലെങ്കിലും ഇന്ന് ഇവിടുന്ന് ചാടണം. ഇല്ലെങ്കിൽ ആ മഹിമയുടെ നാടകം പൊളിക്കും. ശ്രദ്ധിച്ചു നിന്നോണം. അവൾ ഏത് സമയത്തും പുറത്തിറങ്ങും. തനിച്ച് കിട്ടിയ പിന്നെ ഒന്നും നോക്കണ്ട. മരണം ആക്സിഡന്റ് ആണെന്നേ തോന്നാവൂ. കഴിഞ്ഞാൽ ഉടനെ പോലീസിൽ പോയി ബ്രേക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞ് കീഴടങ്ങിയാ മതി. ബാക്കി കാര്യങ്ങള് ഞങ്ങളുടെ വക്കീല് നോക്കിക്കോളും. കാശൊക്കെ കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾ ആദ്യം പണി തീർത്തിട്ട് വാ. ശരി. നീ എന്താ ശല്യം ചെയ്തേ? ഉള്ള പ്രശ്നം പോരാഞ്ഞിട്ടാണോ നീ പുതിയ ദൂരം തുടങ്ങുന്നേ? ഞാനായിട്ടൊന്നും തുടങ്ങുന്നില്ല ചാച്ചു. സ്വപ്ന തുടങ്ങിയത് ഞാൻ അവസാനിപ്പിക്കുന്നേ ഉള്ളൂ. നീ ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്താലേ ഗിരിക്ക് നിന്നെ സംശയം തോന്നും. അവനെ പേടിച്ച് മാറി നിന്നിട്ട് കാര്യമില്ല ചാച്ചു. അവൻ എന്ത് ചെയ്യുമെന്ന് പേടിച്ച് നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ടാ സ്വപ്നം നമ്മുടെ തലയിൽ കയറി നിരങ്ങുന്നേ. അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ശേഷം സഞ്ജുവിന്റെ പെരുമാറ്റത്തില് കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവൻ ആ കുഞ്ഞിന്റെയും സ്വപ്നയുടെയും കാര്യത്തില് കരുതലുണ്ട്. അത് അപകട. അവൻ അവളുടെ വലയിൽപ്പെടാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എളുപ്പോ. അതുകൊണ്ടാ ഞാൻ അവളെ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. സ്വപ്നയുടെ വീടിന് പുറത്ത് നമ്മുടെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അവള് വീടിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ വണ്ടി ഇടിച്ചു കൊല്ലാനാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വലിയ പ്രശ്നമാവും മോളെ. സ്വപ്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ പോലീസ് ആദ്യം സംശയിക്കാൻ നമ്മളെ ആയിരിക്കും. അതിന് പ്രതികള് സ്റ്റേഷനിൽ ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞ് കീഴടങ്ങുമല്ലോ. പിന്നെ ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ലല്ലോ. നീ ചെയ്യുന്നതിനെ കുറിച്ച് ഗോപാലേട്ടൻ അറിയോ? ഇല്ല. അറിയിക്കേണ്ട സമയമാകുമ്പോ ഞാൻ അറിയിച്ചോളാം. എപ്പോഴാ സമയം വരാൻ പോകുന്നേ? ഈ പ്ലാൻ എല്ലാം അവതാളത്തിലായി എന്തെങ്കിലും വലിയ പ്രശ്നമാകുമ്പോഴായിരിക്കും അല്ലേ? നീ എത്രയും പെട്ടെന്ന് ഗോപാലേട്ടനോട് എല്ലാം പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ പറയും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം.